ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. ഞായറാഴ്ച രാവിലെ നാം സാധാരണ ആചരിക്കുന്നത് പോലെ വചന ധ്യാനത്തിന് ആസ്പദമായി ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരുപക്ഷെ ക്രിസ്തീയ ഗോളത്തിൽ ഏറ്റവും സുപരിചിതമായ ഒരു സംഭവം, അതിൽ അത്ര സുപരിചിതമല്ലാത്ത ചില വശങ്ങൾ നമ്മുടെ ധ്യാനത്തിന് വിധേയമാക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ സഖായിയുടെ അനുഭവം രേഖപ്പെടുത്തിയിരിക്കുന്നു. സംഭവം അത്രമാത്രം സുപരിചിതമാകിയാൽ ഈ ഭാഗം വായിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ നമ്മുടെ ധ്യാനമധ്യേ ആവശ്യമെന്ന് തോന്നുമ്പോൾ ഓരോ വാക്യങ്ങൾ സന്ദർഭമനുസരിച്ച് വായിക്കുവാനും സാധ്യതയുണ്ട് എന്നും സൂചിപ്പിക്കുന്നു. നമ്മുടെ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുന്നതിനായി ഒരു ചെറിയ ചോദ്യം ഞാൻ ഉന്നയിക്കുകയാണ്. നമുക്ക് സഖായിയെ പോലെ ആയിത്തീരുവാൻ താല്പര്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ പലരും ഒന്നിൽ അത്ഭുതപ്പെടും, അല്ലെങ്കിൽ ഞെട്ടിപ്പോകും. കാരണം ചെറുപ്പം മുതലേ നമ്മളെ ചിന്തിക്കാൻ പഠിപ്പിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ ധരിപ്പിച്ചിരിക്കുന്നത്, ചിന്തിക്കാൻ പഠിപ്പിച്ചു എന്ന് പറയുന്നത് തെറ്റാണ്, നമ്മെ ധരിപ്പിച്ചിരിക്കുന്നത് ലോകത്തിലേക്ക് നികൃഷ്ട ജീവി സഖായിയാണ്, അല്ലെങ്കിൽ വേണ്ട അവനൊരു വെറും പണക്കൊതിയനാണ്. നമ്മളാരും പണക്കൊതിയന്മാരല്ല, നമുക്ക് പണത്തോട് യാതൊരു താല്പര്യവുമില്ല. സഖായി മാത്രം പണക്കൊതിയനാണ്. അതുകൊണ്ട് അവനെ അങ്ങ് തഴഞ്ഞു കളയണം എന്ന ഒരു ചിന്തയും കാഴ്ചപ്പാടും ഒക്കെയാണ്, അങ്ങനൊരു ധാർമ്മിക ബോധമാണ് നാം വളരെ മാന്യന്മാരായി വെച്ച് പുലർത്തുന്നത്. എന്നാൽ അതിൽ നിന്ന് അല്പം വ്യത്യസ്തമായ ഒരു നിലപാടാണ് എനിക്കുള്ളത്. ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് എനിക്ക് സഖായിയെ പോലെ ആകാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്നതാണ്. എന്തുകൊണ്ട് ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നുവെന്ന് ഈ ഒരു ധ്യാനത്തിൽ കൂടെ നിങ്ങൾക്ക് മനസ്സിലാകും എന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഞാനിങ്ങനെ പറയുമ്പോൾ തന്നെ ശുണ്ഠി പിടിച്ച് കോപത്തോടുകൂടെ ഈ വീഡിയോ നിങ്ങൾ ക്ലോസ് ചെയ്താൽ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം ഉണ്ടാകുകയില്ല. അത് വളരെ പ്രകടമാണല്ലോ. അപ്പോൾ എനിക്ക് ആദ്യമേ സൂചിപ്പിക്കാനുള്ളത്, വലിയ മതിലേക്കെടുത്ത ക്രിസ്ത്യാനികൾ എന്ന് അഭിമാനിക്കുന്ന ഭൂരിപക്ഷം ആളുകളും ഫുൾ സഖായികളല്ല, ഹാഫ് സഖായികളാണ്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഫുൾ സഖായി ആകുന്നതാണ് മോശം, ഹാഫ് സഖായി ആയാൽ കുഴപ്പമില്ല. ഈ ഹാഫ് സഖായി എന്താണ്, ഫുൾ സഖായി എന്താണ് എന്നത് നമ്മുടെ ധ്യാനമധ്യേ കുറേ കൂടെ സ്പഷ്ടമാകും. അതുകൊണ്ട് നമുക്ക് ആ വിഷയത്തിലേക്ക് തന്നെ പ്രവേശിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ ഇദ്ദേഹത്തെപ്പറ്റി ആദ്യം പറയുന്നത്, അദ്ദേഹം ധനവാനായ ഒരു മനുഷ്യനാണ്, ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനും. ചുങ്കക്കാരിൽ. അപ്പോൾ ആദ്യം അദ്ദേഹത്തിൻ്റെ ജോലി എന്തുവായിരുന്നു? ചുങ്കം പിരിക്കുക എന്നുള്ളതായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടായി? അദ്ദേഹം വലിയ ധനവാനായി. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതുകൊണ്ടാണ് നാം എല്ലാവരും ഓരോരോ കൊച്ചു കൊച്ചു സഖായികളാണ് എന്ന് ഞാൻ പറയാൻ കാര്യം. സഖായി ജോലി ചെയ്തു. അവൻ എന്തിനാണ് ജോലി ചെയ്തത്? പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ജോലി ചെയ്തത്. നമുക്കൊരു രണ്ട് സാധ്യതകൾ, രണ്ട് വ്യത്യസ്തമായ സമീപനങ്ങൾ ഇവിടെ സാധ്യമാണ്. ഒന്ന്, ജനങ്ങളെ സേവിക്കുന്നു, അതിൻ്റെ ഒരു ഭാഗമെന്ന നിലയിൽ നമ്മുടെ സന്ധിപ്പിനാവശ്യമായ സഹായം അതിൽ കൂടെ ലഭിക്കുവാനിടയാകും. രണ്ടാമത്തെ സമീപനം, എനിക്ക് ശമ്പളം എന്ത് കിട്ടുന്നുവെന്ന് മാത്രമേ പ്രശ്നമുള്ളൂ. സേവനം എന്നൊക്കെ പറയുന്ന പഴഞ്ചൻ കഥയാണ്. ആ സേവനം എന്ന് പറഞ്ഞിരിക്കുന്നവന് ഗിർജിപ്പോകും. ഞാൻ മിടുക്കനാണ്, ദേഹം അനങ്ങാതെ എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം, അതുകൊണ്ട് സേവനമല്ല ശമ്പളമാണ് എനിക്ക് വേണ്ടത്
ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിൽ അപൂർവമല്ല, കേരളത്തിൽ പ്രത്യേകിച്ചും അപൂർവമല്ല എന്നത് ഏവർക്കും അറിവുള്ളതാണ്. അപ്പോൾ ഈ സഖായി നമ്മെ ഓരോരുത്തരെയും പ്രതിനിധീകരിക്കുന്നതിൻ്റെ ആദ്യത്തെ അംശം സേവനത്തോടുള്ള ആ വ്യക്തിയുടെ സമീപനമാണ്. എന്താണ്? പണം ഉണ്ടാക്കാനൊരു മാർഗം. നമ്മൾ സഖായിൽ നിന്ന് വലിയ വ്യത്യാസമില്ലാത്തവരാണെന്ന് ഇപ്പോൾ ഏകദേശം ഒന്ന് തിരിച്ചറിയാൻ ആരംഭിച്ചു കാണും എന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ അദ്ദേഹത്തെ പറ്റി പറയുന്നത്, അവൻ വളരെയധികം പണമുണ്ടാക്കിയെങ്കിലും ധനികനായെങ്കിലും അവൻ്റെ ധനം വർദ്ധിക്കും തോറും, അവൻ്റെ ഭൗതികമായ സമ്പത്ത് വർദ്ധിക്കും തോറും അവൻ്റെ മാനുഷികമായ പാപ്പരത്വവും ക്ഷാമവും വിശപ്പും വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ഇപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിത്വത്തിൽ രണ്ട് സ്പഷ്ടമായ ഘടകങ്ങളുണ്ട്, രണ്ട് തലങ്ങളും തട്ടങ്ങളുമുണ്ട് എന്നത് ഇവിടെ വ്യക്തമായി സൂചിപ്പിക്കുകയാണ്. ഒന്ന്, ഭൗതികമായ ഒരു തലമുണ്ട്. അവിടെ നമുക്ക് വിശപ്പുണ്ട്, ശരീരത്തിന് വസ്ത്രം ആവശ്യമാണ്, പാർക്കാനൊരു വീട് ആവശ്യമാണ്, അതിൻ്റെ ഭൗതികമായ സാഹചര്യങ്ങൾ ആവശ്യമാണ്. പക്ഷേ യേശു സാത്താനോട് പറഞ്ഞതുപോലെ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രം ജീവിക്കാനുള്ള ഒരു സൃഷ്ടിയല്ല. അവൻ്റെ പ്രത്യേകതയുള്ള ആവശ്യങ്ങൾ കൂടെ നിറവേറത്തക്ക ഒരു സംവിധാനവും ജീവിത രീതിയും കാഴ്ചപ്പാടും ഉണ്ടാകണം. സഖായി നമ്മെ എല്ലാവരെയും പോലെ മറന്നുപോയൊരു കാര്യം, ജോലി ചെയ്തു, സമർത്ഥമായ ജോലി ചെയ്തു, പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ജോലി ചെയ്തു, പണമുണ്ടായി, അവൻ ധനികനായി. പക്ഷേ ഈ സമയത്താകെയും അവൻ്റെ ഉള്ളിൽ അവൻ്റെ ആന്തരിക മനുഷ്യൻ പട്ടിണി കിടന്ന് മരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ പണസമ്പാദ്യത്തിൻ്റെ ആദ്യത്തെ തിരത്തള്ളലിൽ അവൻ്റെ ഉള്ളിൽ അനുഭവിക്കുന്ന ഈ പട്ടിണി തിരിച്ചറിയുവാൻ അവന് സാവകാശം ലഭിച്ചില്ല. എന്നാൽ കാലക്രമേണ ഏതാണ്ട് വീട് നിറയെ പണമായി കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ മെല്ലെ മെല്ലെ മാറി അവൻ്റെ ചുറ്റുപാടിൽ നിന്ന് അവൻ്റെ ഉള്ളിലേക്ക് അവൻ്റെ ശ്രദ്ധ തിരിഞ്ഞതായി ഇവിടെ വളരെ മനോഹരമായി പരോക്ഷമായി ഇവിടെ ധ്വനിപ്പിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അങ്ങനെയാണ് ഞാൻ സാഹിത്യം പഠിപ്പിച്ച വ്യക്തി എന്ന നിലയിൽ പലപ്പോഴും പ്രത്യക്ഷമായി പറയുന്നതിനേക്കാൾ പരോക്ഷമായി സൂചിപ്പിക്കുന്നതാണ് സാഹിത്യത്തിൽ സൗന്ദര്യമേറിയത്, ഏറ്റവും അഭികാമ്യമേറിയ, സർഗാത്മകതയേറിയത് എന്ന് ഞാൻ ഈ സമയത്ത് സൂചിപ്പിച്ചു കൊള്ളട്ടെ. ഇവിടെ നാം വളരെ ശ്രദ്ധ വെച്ച് വായിച്ചാൽ മാത്രമേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഞരങ്ങിക്കൊണ്ടിരുന്ന ഒരാന്തരിക മനുഷ്യൻ, അത് ഭൗതിക മനുഷ്യനല്ല, ഒരാന്തരിക മനുഷ്യൻ. ഇക്കാലം അത്രയും പട്ടിണിയിലായിരുന്നു, ക്ഷാമത്തിലായിരുന്നു. ആ ആന്തരിക മനുഷ്യൻ്റെ രോദനം മെല്ലെ 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 സഖായിയുടെ ശ്രദ്ധയെ പിടിച്ചു പറ്റുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ശ്രുതി കേട്ടത്, ഇതാ അതിലെ ഒരു മനുഷ്യപുത്രൻ പോകുന്നു. മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞാൽ, ഏറ്റവും ലളിതമായി പറഞ്ഞാൽ, മനുഷ്യത്വത്തിൻ്റെ പ്രതിനിധി. നമ്മൾ യേശുവിനെ വലിയ ദൈവവും ദൈവപുത്രനും തൃത്വത്തിൻ്റെ രണ്ടാമത്തെ ഘടകമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അങ്ങനെയൊന്നും അല്ലെന്നല്ല ഞാൻ പറയുന്നത് തെറ്റിദ്ധരിക്കരുത്. നാം ആദ്യമായി യേശുവിനെ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥ മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും ആധികാരികതയുള്ള ഒരു പ്രതിനിധി, ദ റിയൽ എംബോഡിമെൻറ്റ് ഓഫ് ട്രൂ ഹ്യൂമാനിറ്റി. അങ്ങനെയാണ് നാം യേശുവിനെ ഏറ്റവും പ്രാഥമികമായി മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ജീർണിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ ബോധതലത്തിൽ ഒരു പ്രത്യേകമായ അറിവ് വന്ന് നിപതിക്കുകയാണ്. എന്താണ്? അതാ അവിടെ ഒരു മനുഷ്യപുത്രൻ കടന്നു പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ സഖായുടെ ഉള്ളിലെ അന്ന് വരെ പട്ടിണി കൊണ്ട് മുരടിച്ച് ഉണങ്ങി വരണ്ട് മരിക്കാറായി കിടന്ന അവൻ്റെ ആന്തരിക മനുഷ്യൻ, ദ ഇന്നർ മാൻ, ദ സ്പിരിച്വൽ ബീയിങ് ഉണർന്നെഴുന്നേൽക്കുക മാത്രമല്ല
ഭ്രാന്ത് പിടിക്കുകയാണ്, ആവേശം കൊണ്ട്, ദാഹം കൊണ്ട്, വിശപ്പ് കൊണ്ട്. അതുകൊണ്ടല്ലേ ധനാഢ്യനായ, ഒരുപക്ഷെ ആ പട്ടണത്തിലെ ഏറ്റവും ധനാഢ്യനായ സഖായി ഒരു ഭ്രാന്തനെ പോലെ തെരുവീഥിയിൽ കൂടെ ഓടുകയാണോ, 4 കാലും പറിച്ച് ഓടുകയാണ്. നിങ്ങൾ ആ ഒരു ദൃശ്യം നിങ്ങളൊന്ന് വിഭാവന ചെയ്താൽ ഞാൻ ഈ പറയുന്നതിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ നാളിതുവരെ നിങ്ങളുടെ ഏതെങ്കിലും പട്ടണത്തിൽ കൂടെ ഒരു പട്ടണത്തിലെ ഏറ്റവും ധനാഢ്യനായ ഒരുത്തൻ ആരെയെങ്കിലും അന്വേഷിച്ച് ഓടി നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ നിങ്ങൾക്ക് വിഭാവന ചെയ്യാൻ സാധ്യമാണ്. അപ്പോൾ ഈ മനുഷ്യൻ്റെ ആന്തരികമായ അവസ്ഥ അത്രമാത്രം അവനെ അലട്ടിക്കൊണ്ടിരുന്നു. അവൻ്റെ ആത്മീയമായ പട്ടിണി, ദാരിദ്ര്യം, ക്ഷാമം അവനെ എത്രമാത്രം ഹേമിച്ചിരുന്നു എന്നത് ഈ ഒരു ഒറ്റ പ്രവൃത്തിയിൽ കൂടെ, അവൻ ചെയ്ത ഈ ഒരു പ്രതികരണത്തിൽ കൂടെ നമുക്ക് മനസ്സിലാകാം. അവൻ തെരുവീഥിയിൽ കൂടെ ഓടി അതിലെ കടന്നു പോകുന്ന നസ്രയനെ ഒരു നോക്ക് കാണുവാൻ. ഇനിയും വളരെ മനോഹരമായ ഒരു ഭാഗത്തേക്ക് നാം കടന്നു വരികയാണ്. അങ്ങനെ അവൻ നസ്രയനായ യേശുവിനെ കാണാൻ പോകുമ്പോൾ അവൻ സത്യത്തെ തിരിച്ചറിഞ്ഞു തുടങ്ങുകയാണ്. എന്താണ് ആ സത്യം? ഇതുവരെ താൻ നേടിയ നേട്ടങ്ങളെല്ലാം തൻ്റെ കോട്ടങ്ങളാകുന്നു. പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഇതുവരെ അവൻ വളരെ സമ്പാദിച്ചു, ധനാഢ്യനാണ്. പക്ഷേ അതുകൊണ്ട് അവൻ്റെ വ്യക്തിത്വം കുറുകിപ്പോയി. ഇപ്പോൾ സഖായെപ്പറ്റി ഓർക്കുമ്പോൾ നാം മനസ്സിലാകേണ്ടത് അവൻ്റെ ശരീരത്തിന് നീളമില്ല എന്നത് മാത്രമല്ല പ്രശ്നം. ശരീരത്തിന് നീളമില്ല എന്നത് ദൈവത്തെ കാണാനുള്ള വലിയ ഒരു പ്രതികൂല ഘടകമല്ല, ഒരു പ്രതിബന്ധമല്ല, ഒരു ഹിൻഡ്രൻസ് അല്ല. പിന്നെയോ ആന്തരിക മനുഷ്യൻ കുറിയവനായപ്പോൾ എന്തു ചെയ്യും? അതാണ് ഏറ്റവും സാർവലൗകികമായ പ്രശ്നം. ആധ്യാത്മിക മേഖലയിലെ ഏറ്റവും സാർവലൗകികമായ പ്രശ്നം എന്താണ്? നമ്മുടെ ആന്തരിക മനുഷ്യൻ കുറിയവനായി പോകുന്നു. അവൻ പൊട്ടനും ചേടനുമായി പോകുന്നു. അവൻ മൃതപ്രായനായിരിക്കുന്നു. നാം ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ചരിത്രത്തിൻ്റെ അനേക മാറ്റൊലികൾ ഉൾക്കൊള്ളുന്നൊരു സംഭവമാണ്. പ്രത്യേകിച്ച് ഈ യുഗത്തിൽ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഭൗതിക ഉപഭോക്തൃ സംസ്കാരം അത് മനുഷ്യരെ ലോകത്തെമ്പാടും കീഴ്പ്പെടുത്തി അടിമകളാക്കി വച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ ശരീരത്തെ മാത്രം പോഷിപ്പിക്കാനുള്ള ഘടകങ്ങൾ പൂർവാധികമായി വർദ്ധിപ്പിക്കുകയും മനുഷ്യൻ ആന്തരികമായൊരു യാഥാർത്ഥ്യമില്ലാതെ നിർബന്ധം പിടിക്കുകയും അങ്ങനെയുള്ള ആവശ്യങ്ങളെ പുച്ഛിച്ചു നൽകുകയും ചെയ്യുന്ന ഒരു സംസ്കാരത്തിൻ്റെയും യുഗത്തിൻ്റെയും മധ്യത്തിൽ നാം വസിക്കുമ്പോൾ നാം ഓരോരുത്തരും നാം അറിയാതെ സഖായികളായി മാറിപ്പോയി കഴിഞ്ഞിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയുന്നില്ല. നാം നമ്മുടെ ആത്മീയമായ പട്ടിണിയും ദാരിദ്ര്യവും തിരിച്ചറിയാത്തത്, ആത്മീയമായ സമ്പൽ സമൃദ്ധി അനുഭവിക്കുന്ന ഒരു വ്യക്തിയെപ്പോലും നമുക്ക് അനുഭവത്തിൽ അറിയുവാൻ കഴിയാത്തത് കൊണ്ട് അത് ഒരു മാനദണ്ഡമായി ഉപയോഗിച്ച് നമ്മുടെ അവസ്ഥയെ അളന്ന് അതിൻ്റെ സത്യാവസ്ഥ, നിജസ്ഥിതി മനസ്സിലാക്കാൻ നമുക്ക് അവസരം ലഭിക്കാത്തത് കൊണ്ടാണ്. ഇപ്പോൾ അന്നേ ദിവസം യേശു എരിഹോവിൽ കൂടെ കടന്നു പോയില്ലായിരുന്നുവെങ്കിൽ സഖായുടെ മനസ്സിൽ ഇങ്ങനെയുള്ള ഒരു അഭൂതപൂർവമായ ഒരു ബോധം ഉദിക്കുമായിരുന്നില്ല. അവനിങ്ങനെ ഒരു അനുഭവത്തിലേക്ക് പ്രവേശിക്കുമായിരുന്നില്ല. നമ്മുടെ ശാപം എന്താണ്? നമ്മുടെ തെരുവീഥിയിൽ കൂടെ ഇങ്ങനെ ചലിക്കുന്ന 2 പാദങ്ങളില്ല എന്നതാണ്. നമുക്ക് മതപരമായ മേലധികാരികളുണ്ട്. അവർ വലിയ വലിയ ആഡംബര കാറുകളിൽ ഇങ്ങനെ മിന്നി നടക്കുന്നു. പക്ഷേ തെരുവീഥിയിൽ മനുഷ്യൻ്റെ ആത്മാവിന് ആവേശം പകരുന്ന 2 കാലുകൾ പതിക്കുന്നില്ല. അതാണ് നമ്മുടെ പ്രശ്നം, അതാണ് നമ്മുടെ ദാരിദ്ര്യം, അതാണ് നമ്മുടെ ശാപം. അപ്പോൾ സഖായുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വഴിത്തിരിവുണ്ടാവുകയാണ്. ഒരു മനുഷ്യൻ അതിലെ നടന്നു പോയത്, മനുഷ്യപുത്രൻ അതിലെ നടന്നു പോയതുകൊണ്ട്. അപ്പോൾ അവന് എന്തു ചെയ്യുന്നു? അവൻ്റെ പ്രതികരണം എന്താണ്? അവൻ പോയി ഒരു കാട്ടത്തിമേൽ കയറി. അപ്പോൾ ദൈവത്തെ കാണാൻ എന്ത് ചെയ്യണം? കാട്ടത്തിമേൽ കയറണം. കാരണം അത് കാണാനുള്ള വ്യക്തിത്വം എനിക്കില്ല, അത്ര തന്നെ. ഞാൻ കൃശഗാത്രനായിപ്പോയി.
അതുവരെയും മറ്റുള്ളവർ എന്നെ നോക്കി അവൻ വലിയ തെനാട്ടനാണെന്നൊക്കെ പറഞ്ഞു, മിടുക്കനാണെന്ന് പറഞ്ഞു, കേമനാണെന്ന് പറഞ്ഞു, അവൻ്റെ നേട്ടങ്ങളൊക്കെ കണ്ടില്ലേ. മറ്റുള്ള മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങളെ കൊണ്ട് സഖായെ കാണിച്ചിട്ട് പറഞ്ഞു, എടാ നീ അവനെ നോക്കിക്കോണം, കണ്ടോ അവനാണ് മിടുക്കൻ, ഉണ്ടാക്കി വച്ചിരിക്കുന്നത് കണ്ടോ. അതുപോലെ വേണം മോൻ നല്ലതായിട്ട് പഠിച്ച് മിടുക്കനായി റോമൻ സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും നല്ല ചുങ്കം പിരിക്കുന്നവനായി, നമ്മുടെ ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞാൽ ഒരു IAS ഓഫീസറായി നീ ശരിക്കും കൂട്ടി സാമ്രാജ്യം വെട്ടിപ്പിടിക്കുന്നത് പോലെ നീ കൂട്ടി വെക്കണം. ഇത് നാം വാഗുകൊണ്ട് പറഞ്ഞില്ലെങ്കിലും ആത്മാവ് കൊണ്ട് ഉള്ളുകൊണ്ട് അതാണ് ആഗ്രഹിക്കുന്നത് എന്നത് അല്പം സത്യമുണ്ടെങ്കിൽ നാം സമ്മതിക്കുന്നതാണ്. നമുക്കിപ്പോൾ വ്യക്തികളുടെ വലിപ്പം അളക്കാനായിട്ട് ഒറ്റ മാനദണ്ഡമേ ഉള്ളൂ: വരുമാനം, സ്വത്ത്, ബാങ്ക് ബാലൻസ്. അല്ല വേറെ എന്തെങ്കിലും ഉണ്ടോ? അപ്പനും അമ്മയും മക്കളുടെ വലിപ്പം പോലും അങ്ങനെയാണ് അളക്കുന്നത് കേരളത്തിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ല എന്ന് സത്യസന്ധമായും ധൈര്യത്തോടും എന്നോട് എതിർത്ത് പറയുവാൻ ആരും ഉണ്ടാവില്ല. എനിക്ക് വളരെ നിശ്ചയമുണ്ട്. അപ്പോൾ നാം സഖായികളാണ്. പക്ഷേ ഒരു ശാപമുണ്ട്. എന്താണ്? സഖായിയുടെ നല്ല കാലം കൊണ്ട് അന്നവിടെ യെരിഹോ തെരുവീഥിയിൽ നടന്നു പോകുന്ന ഒരു മനുഷ്യപുത്രനുണ്ടായിരുന്നു. നമ്മുടെ കാലത്തോ അങ്ങനെ ഒരു മനുഷ്യപുത്രനില്ല. അവൻ്റെ കാലൊച്ച നമ്മുടെ തെരുവീഥിയിൽ കേൾക്കുന്നില്ല. അതുകൊണ്ട് നാം ഇപ്പോഴും മിടുക്കരായി പകുതി ഹാഫ് സഖായികളായി ഇങ്ങനെ വിലസുകയാണ് എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ അവൻ കാട്ടെത്തി. അപ്പോൾ അതുവരെ അവൻ്റെ നേട്ടം കൊണ്ട്, ഇതാണ് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ ഈ കഥയുടെ ഏറ്റവും കൗതുകമേറിയൊരു ഭാഗമാണിത്. ഈ സംഭവത്തിൻ്റെ കൗതുകമേറിയൊരു ഭാഗമാണ്. എന്താണ്? ഇതുവരെ അവൻ സർവ്വ കഴിവുകളും ഉപയോഗിച്ച് നേടിയെടുത്ത നേട്ടങ്ങളുടെ ആധിക്യം കൊണ്ട് അവൻ എന്ത് സമ്പാദിച്ചു? അവൻ്റെ അവസ്ഥ എന്താണ്? മരത്തേൽ കയറേണ്ടി വന്നു. മരത്തേൽ കയറേണ്ടി വന്നു. നമ്മൾ മനുഷ്യജാതിയുടെ ചരിത്രം ആധുനിക നരവംശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിൽ പഠിച്ചാൽ ദൈവം നന്നേ ക്ലേശിച്ചിട്ടാണ് മനുഷ്യനെ മരത്തിൽ നിന്ന് താഴോട്ടിറക്കിയത്. പക്ഷേ സഖായെ പോലുള്ള മനുഷ്യൻ്റെ കഴിവിൻ്റെ അങ്ങ് മൂർച്ച കൊണ്ട് അവൻ എന്ത് ചെയ്തു? മരത്തെ കയറി. അല്ലെങ്കിൽ മരത്തെ കയറേണ്ട ആവശ്യം ഉണ്ടാക്കി വെച്ചു. മനസ്സിലാക്കണം. എന്നാൽ അങ്ങനെ കാട്ടത്തിമേൽ കയറി നീയും ഞാനും ഇരിക്കുമ്പോൾ നമ്മെ അന്വേഷിച്ചു വരുവാനും അവിടെ നിന്ന് താഴെ ഇറക്കിക്കൊണ്ടുവന്ന് മനുഷ്യത്വത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനും അധികാരമുള്ളവനുണ്ട്. അവനിന്ന് ജീവിക്കുന്നു എന്നതാണ് സുവിശേഷത്തിൻ്റെ മർമ്മഭാഗം. സഖായി യേശു അവനെ വിളിച്ച് താഴെ ഇറക്കുന്നത് വരെ ഒരു കുരങ്ങനെ പോലെയാണ് അവിടെ ഇരിക്കുന്നത്. സംശയം വല്ലതുണ്ടോ? കുരങ്ങാണ് അവിടെ കയറിയിരുന്ന് അതിൽ പോകുന്നവരെ കാണാൻ നോക്കും. മനുഷ്യരങ്ങനെയല്ല ചെയ്യുന്നത്, നിങ്ങൾക്കറിയാം. അപ്പോൾ അവൻ്റെ നേട്ടത്തിൻ്റെ ബാഹുല്യം കൊണ്ട് അവനൊരു കുരങ്ങായി, ഒരാത്മീയ കുരങ്ങായി എന്നാണ് എൻ്റെ അർത്ഥം. എന്നാൽ നീ അങ്ങനെ ഇരിക്കേണ്ടവനല്ല എന്ന് തിരിച്ചറിയുന്നവൻ ഇതാ സമീപസ്ഥനായിരിക്കുന്നു. അതാണ് സുവിശേഷം. അപ്പോൾ യേശു അവൻ്റെ അടുത്ത്, അവനിരിക്കുന്ന സ്ഥലത്തിനടുത്ത് വന്നിട്ട് നിങ്ങളത് മനസ്സിൻ്റെ കണ്ണുകൊണ്ടൊന്ന് വിഭാവന ചെയ്ത് നോക്കണം. എത്രയോ മനോഹരമാണ്. സഖായി അവിടെ കയറിയിരിക്കുന്നത് യേശു അവനെ നോക്കുമെന്നോ കാണുമെന്നോ പരിഗണിക്കുമോ എന്ന് യാതൊരു പ്രതീക്ഷയുമില്ലാതെ, അങ്ങനെ ഒരു താല്പര്യം പോലും ഇല്ലാതെയാണ് അവൻ അവിടെ ഇരിക്കുന്നത്. അത് പ്രതീക്ഷയ്ക്ക് അതീതമായതുകൊണ്ട് തന്നെ അവന് ആകപ്പാടെ അവൻ്റെ പ്രതീക്ഷ എന്തായിരുന്നു? അവിടെ കയറിയിരുന്നാൽ അതിലെ കടന്നു പോകുന്ന മനുഷ്യപുത്രനെ ഒരു നോക്ക് കാണുവാൻ എനിക്ക് ഇടയായേക്കും. എനിക്കൊന്ന് കണ്ടാൽ മതി അവനെ, എനിക്ക് മറ്റൊന്നും വേണ്ട, മറ്റൊന്നും എനിക്ക് പ്രതീക്ഷിക്കാൻ അർഹതയുമില്ല. ഞാൻ ആരാകുന്നു, എൻ്റെ പാപ്പരത്വം എന്താകുന്നു, മാനുഷികമായ എൻ്റെ ദാരിദ്ര്യം എന്താകുന്നു എന്ന് നന്നേ തിരിച്ചറിയുന്നവനാണ് ഞാൻ. അതുകൊണ്ടല്ല ഞാൻ ഈ കാട്ടത്തിയുടെ മുകളിൽ കുരങ്ങിനെ പോലെ കയറിയിരിക്കേണ്ടി വന്നത്. അതുകൊണ്ട് എനിക്ക് ആകപ്പാടെ പ്രതീക്ഷിക്കാവുന്നത് അതിലെ പുരുഷാരങ്ങളുടെ സ്നേഹത്തിൻ്റെ ആരവം കൊണ്ട് പുതിയപ്പെട്ടവനായി, മനുഷ്യരാശിയുടെ പ്രത്യാശയുടെ ആത്യന്തികമായ നിദാനമായി മനുഷ്യരൂപമെടുത്ത് രണ്ട് കാലിൽ നടന്നു പോകുന്ന ആ മനുഷ്യപുത്രനെ ഒരു നോക്ക് കാണുവാൻ ഇടയായാൽ മതി. അത് മാത്രം മതി എനിക്ക്. അങ്ങനെ ഇരിക്കുന്ന സഖായി അവൻ കയറിയിരിക്കുന്ന കാട്ടത്തിയുടെ അടുത്ത് വന്ന് പെട്ടെന്ന് യാതൊരു മുൻ നോട്ടീസുമില്ലാതെ യേശു ഉയരത്തിലേക്ക് നോക്കാൻ, നിങ്ങൾ മനസ്സിലാക്കണം, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. യേശു മുകളിലേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ
അതിന് സമാനമായ മറ്റൊരു സംഭവം നമുക്കറിയാം. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ഒരു ബാലൻ്റെ ചെറിയ ഭക്ഷണപ്പൊതി എടുത്തിട്ട് അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന വലിയ പുരുഷാരത്തിന് വിശപ്പ് നീക്കുന്നതിനായി അത് വർദ്ധിപ്പിക്കുന്ന സമയത്ത് യേശു മുകളിലേക്ക് നോക്കി ആകാശത്തിലേക്ക് അവൻ്റെ കണ്ണുയർത്തി എന്ന് നാം വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സ്ഥിതി ചെയ്യുന്ന പട്ടിണി യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ചിത്രീകരിച്ചിരിക്കുന്ന പുരുഷാരത്തിൻ്റെ പട്ടിണിയേക്കാൾ മൂർച്ചയേറിയതാണ് എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഈ പട്ടിണിയും വഹിച്ചുകൊണ്ടാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. അതിനെ മൂടി വെക്കാൻ നാം നന്നേ തത്രപ്പെടുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. ആ മൂടി വയ്ക്കുന്ന ആ മൂടുപടലങ്ങൾ മാറ്റുവാനാണ് സത്യത്തിൻ്റെ രാജാവായ യേശു വന്നത്. അവൻ നമ്മുടെ അവസ്ഥ തിരിച്ചറിയുന്നു. അതുകൊണ്ട് നാം ഇരിക്കുന്ന കാട്ടത്തിയുടെ അടുത്ത് വന്ന് അവൻ ഉയരത്തിലേക്ക് നോക്കും. കാരണം നാം എവിടെയായാലും നമ്മെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് യഥാസ്ഥാനത്താക്കുവാനാണ് അവൻ വന്നത്. ആ മനോഹരമായ പ്രത്യാശ ജനിപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന ആത്യന്തിക സത്യം, സകലജനത്തിനും ഉണ്ടാകേണ്ട മഹാസന്തോഷം ഇതാ നമ്മുടെ കൺമുൻപിൽ സംഭവിക്കുകയാണ്. അവൻ ഉയരത്തിലേക്ക് നോക്കി, സഖായിയെ വേഗമിറങ്ങി വാ, ഞാൻ ഇന്ന് നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്നവനോട് പറഞ്ഞു. ഇവിടെ നാം മനസ്സിലാക്കേണ്ട പ്രത്യേകതയുള്ള കാര്യം, സഖായിയുടെ വ്യക്തിത്വത്തിൻ്റെ അധപ്പതനം കൊണ്ടാണ് അവൻ കാട്ടത്തിന്മേൽ കയറി ഇരിക്കേണ്ട ആവശ്യം വന്നത്. ഞാനത് വിശദീകരിച്ചതാണ്, ആവർത്തിക്കുന്നില്ല. എന്നാൽ അവിടെ ഇരുന്നത് കൊണ്ട് അവൻ യേശുവിനെ കാണുവാനും അവനെ കാണുവാനും ഇടയായി. ഇപ്പോൾ അവൻ പോയി ഒരു കുറ്റിക്കാട്ടിൽ മറഞ്ഞിരുന്നാലും അവനെ കാണാനുള്ള കണ്ണ് യേശുവിനുണ്ടായിരുന്നു. യാതൊരു സംശയവും എനിക്കില്ല കാര്യത്തിൽ. പക്ഷേ ഇവിടെ ഈ സംഭവത്തിൻ്റെ ആ ഒരു ദ ഗ്രാമർ ഓഫ് ദ ഇവൻ്റ് എന്ന് പറയും. അതിൽ അവിടെ കയറിയിരിക്കുന്ന സഖായിയെ ഇവിടെ നിന്ന് നോക്കി പാർക്കുന്ന, കാണുന്ന, ദർശിക്കുന്ന ഒരു മനുഷ്യപുത്രൻ മനോഹരമായൊരു ദൃശ്യമാണ്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെയാണ് ഏറ്റവും മനോഹരമായ കാര്യം. സഖായിയുടെ പരിമിതി കൊണ്ടാണ് യേശുവിൻ്റെ ശ്രദ്ധ അവനിലേക്ക് തിരിഞ്ഞതെന്ന് മനസ്സിലാക്കുക. നാം സാധാരണ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. നമ്മളാണ്ട് വലിയ തികവുള്ളവരാണെങ്കിൽ യേശു നമ്മളെ ശ്രദ്ധിക്കും, ദൈവം നമ്മളെ സ്നേഹിക്കും. അങ്ങനെയല്ല. യേശു പറഞ്ഞു, രോഗികൾക്കാണ് വൈദ്യന്മാരെ കൊണ്ട് ആവശ്യം, ആരോഗ്യമുള്ളവർക്കല്ല. ഞാൻ വിശുദ്ധന്മാരെ അന്വേഷിച്ച് വന്നവനല്ല. വിശുദ്ധന്മാരെ മുദ്രകുത്തി വെളിയിലിറക്കുന്ന പരിപാടി റോമിൽ ചെയ്യുന്നുണ്ട്, അവിടെ പോയാൽ മതി. ഞാൻ രോഗികളെയും പാപികളെയും മരിക്കാറായവരെയും അന്വേഷിച്ച് വന്നവനാണ്. ഞാൻ പാപികളോടുകൂടെ അത്താഴം കഴിക്കാൻ വന്നവനാണ്. ഞാൻ പാപികളുടെ അത്താഴമാണ്. ആ ഒരു ദർശനം അത് നമുക്ക് വിഭാവന ചെയ്യാൻ സാധ്യമാണോ? അത് നമ്മുടെ കൺമുൻപിൽ സംഭവിക്കുകയാണ്. അപ്പോൾ അങ്ങനെ സഖായിയുടെ പരിമിതിയെ അവൻ്റെ പ്രത്യാശയായി മാറ്റുവാൻ പര്യാപ്തമായ ഒരാത്മീക വ്യക്തിത്വം ഇതാ അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്നതാണ് ആ സംഭവത്തിൻ്റെ ഏറ്റവും വലിയ ആഹ്ലാദം. ആ സംഭവത്തെ ഒരു ഉത്സവമാക്കി മാറ്റുന്ന ഘടകം ഇതാണ്. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ നിൻ്റെ കൂടെ പാർക്കേണ്ടതാകുന്നു. സഖായി പ്രതീക്ഷിച്ചതും അവന് ദൈവം കൃപയായി ദാനം നൽകിയ ആ അനുഭവവും തമ്മിൽ എന്താണ് സമാനത? നമ്മുടെ ചിന്തകളെയും പരിമിതികളെയും കണക്കൂട്ടലുകളെയും നമ്മെ അത്ഭുതം കൊണ്ട് സന്തോഷം കൊണ്ട് നിറച്ച് അതിജീവിക്കുന്ന ഒരു ദൈവമാണ് നമ്മെ കരുതുന്നത് എന്നത് നമുക്ക് എത്രയോ പ്രത്യാശയും ധൈര്യവും നൽകേണ്ട ഘടകമാണ്. പക്ഷേ ഇതൊന്നും നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്തതിൻ്റെ കാര്യം നമ്മളൊരു ഹാഫ് സഖായി മാത്രമാണ്. ഇനിയും ഈ ഹാഫ് സഖായി എന്ന് പറഞ്ഞാൽ ഉള്ള ന്യായം എന്താണെന്ന് ഞാൻ ഈ തരുണത്തിൽ സൂചിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. നാം സഖായി പോയ
ആ ഫുൾ ഡിസ്റ്റൻസ് പോകില്ല. നാം ഇപ്പോഴും റോമൻ സാമ്രാജ്യത്തിൻ്റെ ചുങ്കവും പിരിച്ചുകൊണ്ട് അതിൻ്റെ ലാഭം, അതിൻ്റെ പണക്കൊഴുപ്പിൽ മാത്രം വിശ്വസിച്ച് കഴിയുകയാണ്. സക്കായിക്ക് നമ്മേക്കാൾ ആത്മീയമായ ജീവനുണ്ടായിരുന്നു. കാരണം കുറഞ്ഞ പക്ഷം അവൻ്റെ അവസ്ഥയിൽ ഭീകരമായ ഒരു അപാകത, ഒരു ആത്മീയമായ ശൂന്യതയുണ്ട് എന്ന് തിരിച്ചറിയാൻ അവന് കഴിഞ്ഞു. നമുക്കും അങ്ങനെ ഒരു ബോധമില്ല. നമ്മുടെ വിചാരം ചുങ്കം പിരിക്കുക, പണമുണ്ടാക്കുക, ആ കൊഴുപ്പിൽ ഇങ്ങനെ സുഖിച്ച് ജീവിക്കുക. പിന്നെ അങ്ങനെ ജീവിക്കുമ്പോൾ പ്രശ്നം വരാതിരിക്കാൻ യേശുവിനെ ഒന്ന് വിളിച്ചപേക്ഷിക്കുക, അല്ലെങ്കിൽ പിതാവാദിവം എന്നൊക്കെ ഒന്ന് പറയുക, ചില മതപരമായ ക്രിയകൾ, ആചാരങ്ങൾ നടത്തുക. ചിലർക്ക് അച്ഛന് കൈമടക്ക് കൊടുക്കുക, ബിഷപ്പിന് കൈമുത്ത് കൊടുക്കുക. ഇതിനകത്ത് രസം, നിങ്ങൾ മനസ്സിലാക്കേണ്ട രസം, അച്ഛന് 500 രൂപ കൊടുത്താൽ അത് കൈമടക്കാണ്, തിരുമേനിക്ക് 5000 കൊടുത്താൽ അത് കൈമുത്താണ്. ഇതെനിക്ക് മനസ്സിലാകുന്നില്ല. രണ്ടുപേർക്കും പണമല്ലേ കൊടുക്കുന്നത്, രണ്ടുപേർക്കും മാമനയല്ലേ നിങ്ങൾ കൊടുക്കുന്നത്. പിന്നെ എന്താണ് ഒരാൾക്ക് കൊടുത്താൽ കൈമടക്കും, മറ്റേ ആൾക്ക് കൊടുത്താൽ കൈമുത്തുമാകുന്നത്? മുത്തുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ചുംബിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ പൈസ ആക്കിയ നിങ്ങൾ ആരാണ്? നിങ്ങൾ ഏത് ഭാഷയിലാണ് സംസാരിക്കുന്നത്? ഇതിലൊക്കെ അടങ്ങിയിരിക്കുന്ന ഭീകരമായ അപാകത എന്താണ് മനസ്സിലാക്കാത്തത്? ഒരു തിരുമേനിയുടെ കൈ മുത്തിയാൽ ആ മുത്തൽ കൊണ്ട് അവസാനിപ്പിക്കണ്ടേ? പിന്നെ എന്തിനാണ് അങ്ങ് തിരികെ വെച്ചു കൊടുക്കുന്നത്? പക്ഷേ തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അദ്ദേഹത്തിൻ്റെ കരം ചുംബിച്ചാൽ അതൊരു വലിയ ആനുകൂല്യം നിങ്ങൾക്ക് നൽകുന്നതുകൊണ്ട് അതിന് ഫീസ് കൊടുക്കണം. നിങ്ങൾക്ക് ഒരു വലിയ പദവി അങ്ങോട്ട് നൽകുകയല്ലേ, അപ്പോൾ അതിന് പൈസ കൊടുക്കണം. പക്ഷേ അതിന് കൈമുത്ത് എന്ന് പറയണം. കൈമടക്കെന്ന് പറഞ്ഞാൽ പോയി, തിരുമേനിയുടെ മഹിമ പോയി. പിന്നെ അത് ഈ പരിശുദ്ധനെന്നും പറഞ്ഞുകൊണ്ട് നടക്കാനൊക്കത്തില്ല. സാധാരണ മനുഷ്യരുടെ കയ്യിൽ നിന്ന് കൈപ്പിടി വാങ്ങിച്ചു. അതേസമയം അതേ തുക കൈമുത്തായിട്ട് വാങ്ങിച്ചാൽ അയ്യോ ഭക്തി, അതിപരിശുദ്ധൻ, അതിവിശുദ്ധ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. ഇതൊക്കെയൊക്കെ വലിച്ചു ദൂരെ കളയേണ്ട കാലമായി. സക്കായോട് ചോദിച്ചാൽ സക്കായി പോലും കരയും. അയ്യോ നിങ്ങൾ ഇത്രയും നല്ലതായിട്ട് ഇത്രയും പഠിച്ചു, ഇത്രയും ബോധം നിങ്ങൾക്കുള്ളല്ലോ എന്ന് പറഞ്ഞ് സക്കായി പോലും മാറത്തടിച്ച് കരയും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നാം ഹാഫ് സക്കായാണ്. കാരണം ഈ വേദപുസ്തകത്തിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്ന ലോകത്തെമ്പാടും എല്ലാവരും തിരിച്ചറിയുന്ന സക്കായി, ഒരുപക്ഷേ അമേരിക്കൻ പ്രസിഡൻറ്റിനേക്കാളും ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററേക്കാൾ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ പോയി, ഞാൻ അപകടത്തിലാകും, ചൈനീസ് പ്രസിഡൻറ്റിനേക്കാളുമൊക്കെ ലോകപ്രസിദ്ധനായ വ്യക്തിയാണ് സക്കായി എന്ന് നമുക്കറിയാം. ആ സക്കായിയെ സംബന്ധിച്ച് നമ്മൾ അരസക്കായിയാണ്. കാരണം സക്കായി പണം സമ്പാദിച്ചു, അമിതമായ പണം സമ്പാദിച്ചു, അവിഹിതമായ പണം സമ്പാദിച്ചു. പക്ഷേ അതിൽ കൂടെ അവനൊരു തിരിച്ചറിവുണ്ടായി. നമുക്കോ ആ തിരിച്ചറിവില്ല. തിരിച്ചറിവ് ഉണ്ടാകാൻ പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മളതിനെ ഞെക്കി കഴുത്ത് ചരിച്ച് കൊന്നുകളി, അതേപടി അവിടെ തന്നെ നിൽക്കും. സഖായിയെപ്പോലൊന്നോ ഇറങ്ങി ഓടി കാട്ടത്തിൽ കയറി ഈ വ്യക്തിത്വത്തിന് രൂപാന്തരം വരുത്തുവാൻ അധികാരമുള്ളവനെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വ്യക്തിപരമായെന്ന് കണ്ടെത്തുവാൻ നാം കൂട്ടാക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നമ്മൾ അരസഖായികളാണെന്ന് പറയും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ യാതൊരു മാറ്റവും 50 വർഷം 100 വർഷം ജീവിച്ചാലും യാതൊരു മാറ്റവും വരികയില്ല. പിന്നെ ഈ സഖായി, അരസഖായി, ഇപ്പോൾ യേശുവിനെ കണ്ടെത്തുന്നതിന് മുൻപ് സഖായി യെരൂശലേം ദേവാലയത്തിൽ പോയിരുന്നു. അവൻ യഹൂദനാണ്, പോയിരുന്നു. അവൻ ദൈവത്തെ പ്രീതിപ്പെടുത്തിക്കൊണ്ടിരുന്നത് എങ്ങനെയാണ്? അവൻ്റെ പൈസ കൊടുത്തിട്ടാണ്. അവൻ ആളുകളിൽ നിന്ന് പൈസ പിടുങ്ങുന്നു, ദൈവത്തിന് പൈസ കൊടുക്കുന്നു. പിടുങ്ങുന്നതിൻ്റെ ഒരംശം കൊടുക്കുന്നു. അതോടുകൂടെ ദൈവം അവനോട് പ്രസാദിക്കുന്നു. കാരണം എന്താണ്? അങ്ങനെ ചിന്തിക്കാൻ നമ്മുടെ ചിന്ത അത് മാത്രമാണല്ലോ. നാം എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്? യേശുവിനെ കാണുന്നവർ സഖായി എന്തുകൊണ്ട് അങ്ങനെ മാത്രം ചിന്തിച്ചു? നാം ദൈവത്തെപ്പറ്റി ചിന്തിക്കുന്നത് നമ്മുടെ രൂപത്തിലും സാദൃശ്യത്തിലും മാത്രമാണെന്ന് മനസ്സിലാക്കുക. നമ്മെ ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് വചനമൊക്കെ പറയുന്നു. നാം അത് വായിച്ചിട്ടുണ്ട്, കാണാപ്പാടമൊക്കെ അറിയാം. പക്ഷേ പ്രാവർത്തികമായിട്ട് നോക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നാം ദൈവത്തെ നമ്മുടെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മളെല്ലാവരും പണക്കൊതിയന്മാരാണ്. കമന്ന് വീണ കാപ്പടം കൊണ്ടേ പൊങ്ങത്തുള്ളൂ. ജോലി ചെയ്യുന്നത് പണം ഉണ്ടാക്കാനാണ്. അതിനിടെ വല്ല
ഞൊടുക്ക് വിദ്യ ഉണ്ടെങ്കിൽ അതുകൊണ്ട് കൂടുതൽ പൈസ ഉണ്ടാക്കും, അല്ലെങ്കിൽ പിടിച്ചു പറിക്കും. സഭകൾ പിടിച്ചു പറിച്ചാൽ നല്ലതാണെന്നൊക്കെ നല്ലൊരു വിശുദ്ധമായ പിടിച്ചുപറിയാണ് എന്നൊക്കെ വിചാരിക്കാൻ ഒരു പ്രശ്നവും നമുക്കില്ല. മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ ചിന്തിക്കാൻ കാര്യം, അങ്ങനെ ചിന്തിക്കുന്നൊരു വ്യക്തിക്ക് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഈ പിടിച്ചു പറിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ സമ്പാദിക്കുന്നതിൻ്റെ ഒരംശം എന്നാ പിടിച്ചു എന്നിട്ട് കൊടുക്കുക. കാരണം ദൈവം നമ്മെപ്പോലെയാണ്. നമുക്ക് ഒരു 1000 രൂപ കൂടുതൽ കണ്ടാൽ വലിയ സന്തോഷം, ദൈവത്തിനും അതുപോലെ സന്തോഷമാണെന്നാണ് നമ്മുടെ വിചാരം. ഇപ്പോൾ നമ്മളൊരു ഓഫീസ് ക്ലാർക്കാണ്, ജോലി ചെയ്യുന്നു, ഫയൽ നീക്കത്തില്ല, ആരെങ്കിലും വന്ന് 100 രൂപ ഇങ്ങനെ തിരികെ വെക്കുമ്പോൾ ഫയൽ നീങ്ങുന്നു എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ പ്രാർത്ഥന. ദൈവത്തിനൊരു 5 രൂപ 50 രൂപ 100 രൂപ കൈക്കൂലി കൊടുത്തിട്ട് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ഫയൽ അവിടെ നീങ്ങും. ഇതിനപ്പുറത്ത് നമുക്ക് യാതൊരു ചിന്തയില്ല. പിന്നെ നമുക്കറിയാം, ചില ഓഫീസിലൊക്കെ ചെന്നാൽ അവിടെ സ്വാധീനം കൊണ്ടേ ഒക്കത്തുള്ളൂ. മന്ത്രി വിളിച്ച് പറഞ്ഞാൽ ഫയൽ നീങ്ങും. അങ്ങനെയാണ് നമ്മൾ ചില ആൾദൈവങ്ങളുടെ അടുത്ത് പോയി ശുപാർശ ചെയ്ത് ആൾദൈവങ്ങൾക്ക് പൈസ കൊടുത്താൽ നമ്മുടെ ഫയൽ. ഇതിനപ്പുറത്ത് നമ്മൾ പോകുന്നില്ല, ചിന്തിക്കുന്നില്ല, നമുക്ക് ബോധമില്ല. അതുകൊണ്ടാണ് ഈ അരസഖായികളാണെന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ സഖായിയുടെ ഒരു ഫുൾ സഖായി ആയിരുന്നെങ്കിൽ നമ്മൾ എന്നേ രക്ഷപ്പെട്ടു പോയി. യേശു നമ്മുടെ കൂടെ രാപാർത്തേനെയും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വ്യക്തിത്വത്തിൽ വലിയ രൂപാന്തരം ഉണ്ടായേനെ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് നമ്മളുമായിട്ട് എന്താണ് ബന്ധം? അപ്പോൾ ക്രിസ്തുവിലാകുക എന്ന് പറയുന്നതിൻ്റെ ഒരു മാതൃകയാണിത് നാം മനസ്സിലാക്കുന്നില്ല. നാം യേശുവിനെ കണ്ടെത്തുന്നില്ല. മതിലേക്കടിച്ച ക്രിസ്ത്യാനികൾ, സുറിയാനി ക്രിസ്ത്യാനികൾ, പാരമ്പര്യം നെറ്റിയിൽ ഒട്ടിച്ചു നടക്കുന്ന ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം യേശുവിനെ ഇങ്ങനെ കാണേണ്ട കാര്യമൊന്നുമില്ല. അവനതിലെ പൊക്കോട്ടെ, ഞങ്ങൾക്കിരിക്കാൻ ഞങ്ങളുടേതായ കസേരകളും പിന്നെ സിംഹാസനങ്ങളും ഒക്കെ ഉണ്ട്, അതിലിരുന്ന് ഞങ്ങൾ മേഞ്ഞോളാം എന്നതിനപ്പുറത്ത് ചിന്തിക്കുന്ന ക്രിസ്ത്യാനികൾ എത്ര പേരുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കിയാൽ മതി. ഞാനായിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അവിടെ കാട്ടത്തിയിൽ കയറിയിരിക്കുന്ന സഖായി ഇറങ്ങി വന്നെങ്കിൽ മാത്രമേ മനസ്സിലാക്കണം, അവൻ അന്ന് വരെ അറിയാവുന്ന കഴിവനുസരിച്ച് അവൻ കയറി ഒരു സ്ഥാനത്ത് കയറി നിലയുറപ്പിച്ചു. അത് നല്ല സൗകര്യമുള്ള സ്ഥാനത്ത് കയറി. അവിടെ ആകുമ്പം എനിക്ക് നന്നായിട്ട് കാണാം. എൻ്റെ ലക്ഷ്യം എന്താണ്? കാണുക മാത്രമാണ്. ആ ലക്ഷ്യപ്രാപ്തിക്ക് ഏറ്റവും ഉതകുന്നതാണ് ഈ മരത്തേൽ കയറി കുരങ്ങിനെ പോലെ ഇരിക്കുന്നത്. എന്നാൽ ലക്ഷ്യം വേറെ ആയാലോ? ഞാൻ ഉദ്ദേശിച്ച ലക്ഷ്യമനുസരിച്ച് ഞാനൊരു സ്ഥലം തിരഞ്ഞെടുത്തു, ഞാൻ എന്നെ അവിടെ തന്നെ പ്രതിഷ്ഠിച്ചു. എന്നാൽ യേശു എന്താണ് ചെയ്യുന്നത്? നിൻ്റെ ലക്ഷ്യത്തെ അതിജീവിക്കുന്ന ഒരു ലക്ഷ്യം നിൻ്റെ ജീവിതത്തിലേക്ക് യേശു പകരുകയാണ്. ഇതിനാണ് രൂപാന്തരമെന്ന് പറയുന്നത്. രൂപാന്തരത്തിൻ്റെ ഏറ്റവും കാതലായ ഭാഗം ഇവിടെയാണ്. നമ്മുടെ വിചാരം എന്താണ്? നമ്മളിപ്പോൾ ഈ നാളിതുവരെയും ഏത് ഉദ്ദേശത്തിൽ, ഏത് ലക്ഷ്യത്തിൽ ജീവിച്ചോ, ഏത് ദിശയിലേക്ക് ഓടിക്കൊണ്ടിരുന്നുവോ അതതുപോലെ തുടർന്നിട്ട് യാതൊരു വ്യത്യാസവും വരാതെ രൂപാന്തരം പ്രാപിക്കുക. അയ്യോ, അത് എനിക്ക് മനസ്സിലാക്കാൻ വയ്യാത്തൊരു കാര്യമാണ്. അങ്ങനെ ഒരു മർമ്മം ഞാൻ 4 സുവിശേഷങ്ങളിൽ ഇന്നുവരെ കണ്ടിട്ടില്ല. പക്ഷേ അത് മാത്രമേ ക്രിസ്ത്യാനികളുടെ നടക്കുന്നുള്ളൂ. ഇവിടെ സഖായി ഒരു ഉദ്ദേശത്തോടുകൂടെ കാട്ടത്തിന്മേൽ കയറി യേശു ഒരു നിമിഷം കൊണ്ട് ആ ഉദ്ദേശത്തെ തിരുത്തുകയാണ്. അതിന് പകരം അതിനെ കവച്ചു വയ്ക്കുന്ന അതിമനോഹരമായ സഖായിയുടെ ബുദ്ധിയെ കവിയുന്ന മറ്റൊരു ലക്ഷ്യം അവിടെ സ്ഥാപിക്കുകയാണ്. എന്താണ്? ഞാൻ ഇന്ന് നിന്നോട് കൂടെ പാർക്കേണ്ടവനാണ്. ദൂരെ നിന്ന് ഒരു നോക്ക് കാണാനായിട്ട് വന്ന സഖായിയോട് എന്താണ് പറയുന്നത്? ഇപ്പോൾ 10 രൂപ ലോട്ടറി കിട്ടുമെന്ന് വിചാരിച്ച ഒരുത്തന് അവസാനം അടിച്ചു വന്നപ്പോൾ അവന് 10 കോടി രൂപ അടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ ഒരു ഉപമ തെറ്റാണ്. പക്ഷേ ഞാൻ ചുമ്മാ അങ്ങ് പറഞ്ഞെന്നേ ഉള്ളൂ. ഇങ്ങനെയുള്ള ഉപമകളൊക്കെ ആസ്ഥാനത്താണ്. അപ്പം ഇങ്ങനെയുള്ള കമ്പാരിസൺസ്. പക്ഷെ നിവൃത്തിയില്ലല്ലോ, ഭാഷയുടെ പരിമിതി കൊണ്ട് അങ്ങനെ പറയേണ്ടി വരുന്നു എൻ്റെ ഗതികേട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് തീരുമാനിക്കണം, ഒന്ന് പരിശോധിക്കുകയെങ്കിലും ചെയ്യണം. നാം നമുക്ക് വേണ്ടി തിരഞ്ഞെടുത്ത പരിമിതമായ ലക്ഷ്യങ്ങൾക്ക് പുറകെ ഓടുകയും അങ്ങനെ ഓടുമ്പോൾ അനേക വിമിഷ്ടങ്ങൾ അനുഭവിക്കുകയും അതിലേറ്റവും പ്രധാനമായി നമ്മുടെ വ്യക്തിത്വത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഈ ശോഷിപ്പ്, അതിൽ ഉണ്ടാകുന്ന വീർപ്പുമുട്ടൽ, ആ സമയത്ത് അയ്യോ
കർത്താവേ എനിക്കിത് വന്നല്ലോ, നീ കാണുന്നില്ലയോ? എന്നാൽ കർത്താവ് പറയുകയാണ്, നീ ആ കാട്ടത്തിൽ നിന്നൊന്ന് ഇറങ്ങിയോ മോനെ എന്ന് പറഞ്ഞാൽ അത് വേറൊരിടത്തും ചെന്ന് പറ എന്ന് നമ്മൾ പറയത്തുള്ളൂ. ഞാൻ യൂട്യൂബ് ചാനൽ ആരംഭിച്ച ശേഷം ഇത് വളരെ വ്യക്തമായിട്ട് എൻ്റെ മനസ്സിൽ പതിയുന്നത് കൊണ്ടാണ്. എത്ര പേരുണ്ട് യേശുവിൻ്റെ ആശയങ്ങൾ, യേശു നമുക്ക് നൽകിയ ആത്മീയമായ തിരിച്ചറിവ്, ഇവയൊക്കെ മാനിച്ച് നാം സ്വീകരിക്കേണ്ട തിരുത്തലുകൾ, നമ്മുടെ അവസ്ഥയെ സംബന്ധിച്ച്, നമ്മുടെ കാഴ്ചപ്പാടിനെ സംബന്ധിച്ച്, നമ്മുടെ അഭിരുചികളെ സംബന്ധിച്ച്, നാം ഏത് ലക്ഷ്യങ്ങളെ പിന്തുടരുന്നു എന്നതിനെ സംബന്ധിച്ച് യേശു നൽകുന്ന വേറിട്ട കാഴ്ചപ്പാടുകൾ അല്പമൊന്ന് സ്വീകരിപ്പാൻ മനസ്സുള്ള ആരുണ്ട്? അതുപോലെ സഭയുടെ വാലിൽ പിടിച്ചിങ്ങനെ നിൽക്കുകയല്ലാതെ ആ വാലിൽ നിന്നുള്ള പിടി വിട്ടാൽ ആകെപ്പാടെ മൂക്ക് തെറ്റി വീഴും, അല്ലെങ്കിൽ അഗോധമായ കുഴിയിൽ പതിച്ചു പോകും എന്ന് പേടിച്ച് പറിച്ച് നിൽക്കുന്നവരാണ് 99% ക്രിസ്ത്യാനികളും എന്ന് ദുഃഖത്തോടു കൂടെ പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഇതാ സഖായുടെ ജീവിതത്തിൽ അവനെന്താണ് ചെയ്തത്? അവൻ ഉടനെ ബന്ധപ്പെട്ടിറങ്ങി വന്നു. അതിമനോഹരമായ ഒരു പ്രസ്താവനയാണ്. അവൻ ഉടനെ ബന്ധപ്പെട്ട് ഇറങ്ങി വന്നു എന്ന് മാത്രവുമല്ല, പിതാവ് എന്താണ് കാണുന്നത്? അവൻ്റെ വ്യക്തിത്വത്തിൽ ഒരു വലിയ 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 രൂപാന്തരം സംഭവിക്കുകയാണ്. അന്ന് വരെ ആളുകളുടെ സമ്പത്ത് പിടിച്ചു പറിക്കുന്നതിൽ, അനാശാസ്യമായ സമ്പാദ്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൽ സായുജ്യം അനുഭവിച്ച ഒരു വ്യക്തി ജീവിതത്തിൽ ആദ്യമായി കൊടുക്കുന്നത് നല്ലതാണ്, ദൈവത്തിൻ്റെ നീതി ഈ ഭൂമിയുടെ പരപ്പിൽ പ്രാവർത്തികമാക്കുന്നത് നല്ലതാണ്, മറ്റുള്ളവരുടെ ആവശ്യങ്ങളിലും അരിഷ്ടതകളിലും അവരോട് സഹാനുഭൂതി അനുഭവിക്കുകയും അവരോട് സഹകരിക്കുകയും ചെയ്യുന്നത് അഭികാമ്യമാണ്, അത് സന്തോഷത്തിൻ്റെ വഴിയാണ് എന്ന് ജീവിതത്തിൽ ആദ്യമായി സഖായി എന്ന് പറയുന്ന മനുഷ്യൻ തിരിച്ചറിയുകയാണ്. ഇത് അത്ഭുതകരമായൊരു നിമിഷം തന്നെ. അപ്രകാരമുള്ള അനുഭവം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നാം അരസഖായികൾ മാത്രമാണ്. നമ്മൾ സഖായി അല്ല, ഖായി ആണ്. ഖായി സായില്ല, ഖായി ആണ് എന്ന് പറയാൻ കാര്യം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വ്യക്തിപരമായ അഭിമുഖവും പേഴ്സണൽ എൻകൗണ്ടർ, അതിൽ കൂടെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട ലക്ഷ്യബോധ തിരുത്തലുകളും, കറക്ഷൻ ഇൻ ദ ഡെസ്റ്റിനേഷൻ ഓഫ് അവർ ലൈഫ്, അല്ലെങ്കിൽ ദ പേർപ്പസ് ഫോർ വിച്ച് വി ലിവ്, വാട്ട് വി ലിവ് ഫോർ, ഇതില്ലാതെ നമ്മുടെ ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നത് പോലുമില്ല എന്ന യാഥാർത്ഥ്യമാണ് സഖായിയും യേശുവും തമ്മിലുള്ള അഭിമുഖത്തിൽ കൂടെ നമുക്ക് വെളിപ്പെട്ടു വരേണ്ടത് എന്ന് മാത്രം സൂചിപ്പിച്ച് സമയം ഇപ്പോൾ തന്നെ അതിക്രമിച്ചതുകൊണ്ട് ഞാൻ ഈ ധ്യാനം ഉപസംഹരിക്കുകയാണ്. നിങ്ങൾ ദയവായി ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 10 വാക്യങ്ങൾ വളരെ ശ്രദ്ധയോടെ വായിക്കുകയും നാം ഇപ്പോൾ ഈ വീഡിയോയിൽ കൂടെ പങ്കിട്ട ധ്യാനത്തിൻ്റെ വിവിധ ആശയതലങ്ങളെ പുനഃപരിശോധിക്കുകയും ചെയ്യണം എന്ന് കർത്തൃനാമത്തിൽ ഒരിക്കൽ കൂടെ നിങ്ങളോട് അപേക്ഷിച്ചുകൊണ്ട്, കർത്തൃനാമത്തിൽ അപേക്ഷിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം തൻ്റെ വിശുദ്ധ നാമത്താൽ ഏവരെയും ശക്തീകരിക്കട്ടെ. ആമേൻ.